അവിടെ വെച്ചാൽ ഞങ്ങൾ എല്ലാം പച്ചയായോ? അയക്കാൻ വേണ്ടിയുള്ള പരിപാടി. കേസിനെ അകാരണമായി ജയിലിലടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ മനുഷ്യ മനസാക്ഷി ഉണർത്തുന്നതിനു വേണ്ടി കോട്ടയം പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മയാണ്. കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവാണ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട എമിൽ പുള്ളിക്കാട്ടിലച്ചൻ ആമുഖമായിട്ട് സംസാരിക്കുന്നു. അന്യസ്ഥർക്ക് വേണ്ടി കോട്ടയത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഭാരതം മുഴുവനും ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കുക വിവിധ സാംസ്കാരിക സംഘടനകളുടെയും വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ കോട്ടയം പൗരാവലി എല്ലാം ഒന്നു ചേർന്നുള്ള വലിയ ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ അരങ്ങേറുക. മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവാണ്. അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA, കോട്ടയം ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ, കെ അനിൽകുമാർ, നാട്ടകം സുരേഷ്, VB ബിനു, MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം റജി സക്കറിയ, TB പോലെ വിവിധ സംഘടനകളിൽ നിന്നുള്ള ആത്മായ സുഹൃത്തുക്കൾ, സമർപ്പിത വ്യക്തികൾ എല്ലാവരും ഒന്നു ചേരുന്ന വലിയ ഒരു പ്രതിഷേധ സംഗമം ആണ് ഇവിടെ അരങ്ങേറുക. ഈ അവസരത്തിൽ ഇതിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാധ്യമ പ്രവർത്തകരെ, ആർഷഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ കനത്ത ആഘാതത്തിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. മതസൗഹാർദ്ദത്തിൻ്റെയും മതസഹിഷ്ണുതയുടെയും നന്മകൾ ലോകമാകെ പ്രസരിപ്പിച്ച ഒരു സംസ്കാരം ഇന്ന് ചെന്നെത്തിയിരിക്കുന്നത് ആരുടെ കൈകളിലാണ്, ഏത് വിധത്തിലാണ് എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം ഭീകരമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ നാട് നന്മയുടെ വെളിച്ചം നഷ്ടപ്പെട്ട് അന്ധകാരത്തിന്റെ പടവുകളിലേക്ക് താഴ്ന്നിറങ്ങുകയാണോ എന്ന് സംശയിക്കുവാൻ കാരണമുണ്ട്. ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള്, പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്മയുടെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ശുശ്രൂഷയുടെയും മഹത്വം ലോകത്തിൽ വെളിവാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാത്ത കാരണങ്ങളുടെ പേരിൽ തളച്ചിടുവാൻ, അടിച്ചമർത്തുവാൻ, ഒതുക്കുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഫലദായകമാവില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ലോകത്തിലെ പ്രഗത്ഭരായ ചക്രവർത്തിമാരും അതുപോലെ മറ്റ് മതപീഠകരുമൊക്കെ നൂറ്റാണ്ടുകൾ പരിശ്രമിച്ചിട്ടും അടിച്ചമർത്താനാവാത്ത സ്നേഹത്തിന്റെ ഉറവയാണ് ക്രൈസ്തവ വിശ്വാസം എന്നുള്ള ആ ഒരു വലിയ ബോധ്യം. ആ ഉറവയിൽ നിന്ന് പാനം ചെയ്യാൻ എല്ലാവർക്കും അവസരം ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുടെ നിഷ്കാമമായ പ്രവർത്തനം ഭാരതത്തിന് നൽകിയിട്ടുള്ള നന്മകളെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവരെ ഏതു വിധേനയും അടിച്ചമർത്തുവാൻ ചില തൽപര കക്ഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ ഖേദത്തോടെയും പ്രതിഷേധത്തോടെയുമാണ് നമ്മൾ നോക്കിക്കാണുക. പ്രിയമുള്ളവരെ, നസ്രായനായ യേശുവിനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ട് ആളുകൾ തന്റെ കൊട്ടാരത്തിന് ചുറ്റും തടിച്ചുകൂടിയപ്പോൾ നീതിപൂർവകമായ ഒരു വിധി പ്രഖ്യാപിക്കാൻ സാധിക്കാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് കൈ
കഴുകി മാറി യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്തതിന്റെ ഓർമ്മകളാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ നടന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ആ പീലാത്തോസും യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവരുമൊക്കെ കാലയവനികയ്ക്കുള്ളിൽ എന്നേ മറഞ്ഞു കഴിഞ്ഞുവെങ്കിലും യേശുവിന്റെ സജീവമായ സാന്നിധ്യം ഇന്നും ലോകത്തെ പ്രകാശപൂർണമായി നിലനിർത്തുന്നു എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്നതാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കാരണമായി വരുന്നത്. നമുക്കുള്ള പ്രതിഷേധം തീർച്ചയായും എല്ലാം മനസ്സിലാക്കുന്നു. നമ്മുടെ സഹോദരങ്ങള് അവരെ ഇരുമ്പഴിക്കുള്ളിലാണ്. അവരെ അടച്ചുപൂട്ടിയത് കൊണ്ട് ക്രൈസ്തവ സഭയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാമെന്നോ തിരുത്തുകളയാമെന്നോ വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടാകുമ്പോൾ നന്മയുടെ പാതയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. അങ്ങനെ വരാൻ സാധിക്കട്ടെ എന്നാണ് എന്റെ ആശംസയും പ്രാർത്ഥനയും. ലോകത്തിന് മുഴുവൻ സൗഖ്യം പകരാൻ ആഗ്രഹിക്കുന്ന ഭാരതത്തിന്റെ ആ ഒരു വലിയ ദർശനത്തെ ഇപ്രകാരം ഇരുളടഞ്ഞ ഇടുങ്ങിയ മനസ്സുകളിലേക്ക് ഒതുക്കി വെക്കാൻ പരിശ്രമിക്കുന്ന ആളുകളെ ഭാരതത്തിന് സ്വന്തമായിട്ട് ആവശ്യമില്ല. അവരെ നമുക്ക് ഉൾക്കൊള്ളുവാനും സാധ്യമല്ല. ഭാരതത്തിന്റെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ ഒരു ദർശനത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ സാധിക്കാത്തവര് ഭാരതീയരാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭാരതീയരായ നമുക്കാണ് ലജ്ജ വരിക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സംഭവങ്ങൾ നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. ഇതിന്റെ പേരില് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തുവാനും ഒതുക്കുവാനും ആർക്കും സാധ്യമല്ല. സ്നേഹത്തിന്റെ പാതയിലൂടെ ലോകത്തിൽ നന്മയുടെ വെളിച്ചം തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഉള്ള അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന, വിളി ലഭിച്ചിരിക്കുന്ന ക്രൈസ്തവർ തുടർന്നും അത് തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള പേരില് ഇവിടെ നടത്തപ്പെടുന്ന ചില കാര്യങ്ങള് സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒന്നാണ്. ലോകത്തിൽ മനുഷ്യന്റെ മഹത്വം ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മനുഷ്യ മഹത്വത്തെയോ മനുഷ്യ സ്വാതന്ത്ര്യത്തെയോ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ പ്രവർത്തനങ്ങൾ ഒരിക്കലും മതപരിവർത്തനത്തിനല്ല, മനപരിവർത്തനത്തിനാണ് ഉള്ളത്. മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരാൾ നിർബന്ധിച്ചത് കൊണ്ടോ മറ്റൊരാൾ പ്രേരിപ്പിച്ചത് കൊണ്ടോ മതം മാറി ക്രൈസ്തവനാകുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ നിർബന്ധിത മതപരിവർത്തനം എന്നുള്ളത് ക്രൈസ്തവ ദർശനത്തോട് ചേർന്ന് പോകുന്നതല്ല, ക്രൈസ്തവ ദർശനം പ്രഖ്യാപിക്കുന്ന ആർക്കും സാധ്യവുമല്ല. അത് മനസ്സിലാക്കാതെ ക്രൈസ്തവരുടെ നന്മ പ്രവർത്തികൾ കണ്ട് അസൂയ പൂണ്ട് അവരെ അമർച്ചയാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യത്തിന്റെ മൂല്യം ഗ്രഹിച്ചുകൊണ്ട് ലോകത്തിൽ നന്മയുടെ വെളിച്ചമാകുവാനായിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എന്നും ക്രൂശിതനായ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിച്ചിട്ടുള്ള സഭ ഇനിയും ക്ലേശങ്ങളുടെ മധ്യേ തളരാതെ പതറാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവരുടെ വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർ ഈ നാടിന്റെ നന്മയിലാണ്, ഈ നാടിന്റെ വളർച്ചയിലാണ് മായം ചേർക്കുന്നത്. അത് മനസ്സിലാക്കി അവരെ ഒറ്റപ്പെടുത്തുവാനായിട്ട് നമുക്കെല്ലാം സാധിക്കട്ടെ. നമ്മുടെ രണ്ട് സഹോദരികള് ഇപ്പോഴും തടവിൽ കഴിയുകയാണ്. ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി അവരെ ഇരുമ്പടികളുടെ പിന്നിലാക്കിയതിന്റെ പേരിൽ നമുക്ക് അവരോട് വാസ്തവത്തിൽ ചേർന്ന് നിൽക്കാം. ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളും ഈ രീതിയിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ നിരാശരാകാതെ, നഷ്ടധൈര്യരാകാതെ വെളിച്ചത്തിന്റെ, സമാധാനത്തിന്റെ സന്തോഷവുമായിട്ട്, സന്ദേശവുമായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഹോദരികളുടെയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ലക്ഷക്കണക്കായ ക്രൈസ്തവരുടെയും വേദനകളിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന്റെ യഥാർത്ഥ ആത്മാവിനെ മൂടിവെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് നിരന്തരം ശബ്ദമുയർത്തുവാൻ, പിടിച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൂടിവരവിലേക്ക് വന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.